രാവിലെ എഴുന്നേറ്റാൽ എന്നെ ആരെങ്കിലും ഒന്ന് പറ്റിക്കൂ എന്ന് നിലവിളിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ആട്, തേക്ക്, മാഞ്ചിയ മുതൽ പാതി വിലയ്ക്ക് സ്കൂട്ടർ വരെ. വിശ്വസ്തതയുണ്ടാക്കാൻ വമ്പൻ പരിപാടികൾ, ഉദ്ഘാടന വിതരണ മഹാമഹങ്ങൾക്ക് നേതാക്കൾ, കൂടിക്കാഴ്ചകൾ, സംഭാവനകൾ, വമ്പൻ തട്ടിപ്പ്. വേണ്ടി വന്നാൽ ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്ന ഭീഷണി. ഇപ്പോൾ ഇത് സെറ്റിൽമെന്റ് ടൈമാണ്. പേര് പറയാതിരിക്കാനുള്ള സമ്മർദ്ദവും അതിലൂടെ ഉണ്ടാക്കാവുന്ന നേട്ടങ്ങളും. പാതി വിലയ്ക്ക് വിൽക്കാനുണ്ടോ കേരളം? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. പ്രമീള ഗിരീഷ് കുമാർ, മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റിയുടെ ട്രഷററായിരുന്നു. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരവ് പറയേണ്ടി വന്ന സന്ദർഭങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് പ്രമീള വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, CPM ൽ നിന്ന് ശ്രീ SK സജീഷ്, BJP ൽ നിന്ന് ശ്രീ നാരായണൻ നമ്പൂതിരി എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്ന മറ്റ് പാനലിസ്റ്റുകൾ. ശ്രീമതി പ്രമീള, കേൾക്കാമോ? പ്രമീള, കേരളമാകെ വ്യാപിച്ച ഒരു തട്ടിപ്പ്. ഹലോ, കേൾക്കാവേ? 800 കോടി രൂപ എന്നാണ് പോലീസ് പറയുന്നത്. ഇത്രത്തോളം പൈസ സമാഹരിച്ച് അതിന്റെ പേരിൽ കരയേണ്ടി വന്ന്, അതിന്റെ പേരിൽ താണു വീണ് യാചിക്കേണ്ടി വന്ന്, അതിന്റെ പേരിൽ വീട്ടിൽ ആളുകൾ വന്നു കയറി പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ ബാധ്യതയുണ്ടാക്കിയെടുക്കാൻ, അതിനിടനില നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതിൽ വന്ന് ചേരുന്ന സമയത്ത് ഒരു മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നു. ആ സമയത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, നല്ലൊരു സംഘടന വഴി ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതിനകത്ത് വന്നത്. പക്ഷെ നമ്മൾ അതിൽ കുറേ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നല്ല ആളുകളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അതിനകത്ത് വന്നത്. അതുപോലെ നല്ല ആളുകളെ കണ്ടുകൊണ്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ തലപ്പത്ത് NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന മഹത്തായ സംഭവത്തിൻ്റെ തലപ്പത്ത് ശ്രീ അനന്തകുമാർ സാറിനെ പോലെയും, അതുപോലെ എൻ്റെ അഡ്വൈസറി ബോർഡിലെ ജസ്റ്റിസ് രാമേന്ദ്രൻ സാറിനെ പോലെയും, അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് കൊടുക്കുമ്പോൾ നല്ല ചാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വഴിയാണ് ഇത് ചെയ്യുന്നത്. അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. തട്ടിപ്പാണ് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല മാഡം. തട്ടിപ്പായിരുന്നു എങ്കിൽ അന്നേ ഞാനിത് നിർത്തിയേനെ. അത് അത്രമേൽ വിശ്വാസത്തിലെടുക്കാൻ ലാപ്ടോപ്പുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ഫുഡ് കിറ്റ് അടക്കമുള്ളവയൊക്കെ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ, അല്ലെ? പിന്നീട് എപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയുന്നത്? എല്ലാ സാധനങ്ങളും സമയബന്ധിതമായിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴയിലെ ജനങ്ങളും ഞങ്ങളെയും വിശ്വസിച്ചു, എന്നെയും വിശ്വസിച്ചു. അങ്ങനെയാണ് ഇതൊരു തട്ടിപ്പല്ല എന്ന് നമുക്ക് തോന്നിയത്. കാരണം നമ്മൾ ഓരോ സാധനം പറയുമ്പോഴും നമ്മൾ പറയുന്ന സാധനം ആ സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഒക്ടോബർ മാസത്തിലെ, എന്ന് വെച്ചാൽ ജൂൺ മാസത്തിലാണ് നമ്മളുടെ വണ്ടിയുടെ വെരിഫിക്കേഷനൊക്കെ നടത്തിയ 1250ഓളം വണ്ടികൾ വെരിഫിക്കേഷൻ നടത്തിയത്. ആ വെരിഫിക്കേഷൻ നടത്തിയ സ്ഥലത്ത് വെച്ച് 100 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഈ വണ്ടികൾ കൊടുക്കും എന്നാണ് അന്ന് അവിടെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് വലിയ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ശ്രീ അനന്തകൃഷ്ണൻ ആളുകളോട് പറഞ്ഞത്. 100 ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ആളുകൾ ഞങ്ങളോട് പ്രമീളെ വണ്ടി എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഞങ്ങളെ അറിയാവുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾ 8-9 മാസത്തോളം അവരെ പിടിച്ചു നിർത്തി. പക്ഷേ ഒക്ടോബർ മാസം തുടങ്ങിയാണ് എനിക്കിതിൽ സംശയം തോന്നാൻ തുടങ്ങിയത്. കാരണം ഒക്ടോബർ മാസത്തിലാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു കുട്ടിയുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CIയുടെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുകയും ആ മുഖ്യമന്ത്രിയുടെ പരാതി നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയും പോലീസ് ഇതുമായി അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എന്നോട് അന്നേ മുതൽ പറഞ്ഞു, പ്രമീള ചേച്ചി ഇത് തട്ടിപ്പാണ്. പോലീസിന് ആ സമയം മുതൽ ഒരു ധാരണയുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്, അല്ലേ? എന്ന് വെച്ചാൽ മൂവാറ്റുപുഴ പോലീസിന് ധാരണ ഉണ്ടാവാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ മാഡം, നമ്മൾ ഒരു നേതാവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നമ്മൾ സ്ത്രീകൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും, നമുക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് നമ്മളെ സഹായിക്കും. ആ നേതാവ് നമ്മളെ സഹായിക്കാനോ ഒന്നിനും വന്നില്ല. അദ്ദേഹത്തിൻ്റെ വക്കീലാണ് അവിടെ വന്ന് ഹാജരാകുന്നത്. അപ്പോൾ ആ വക്കീലിൻ്റെ സംഭാഷണങ്ങളും ആ വക്കീൽ പറയുന്ന കാര്യങ്ങളും കേട്ടപ്പോൾ തന്നെയാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്, ഇത് ചെറിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കേസ് തരാൻ അന്ന് പറഞ്ഞു. ലാലി വിൻസെന്റിനെ കുറിച്ചാണോ ഈ പറയുന്നത്? ലാലി വിൻസെന്റിനെ കുറിച്ചാണോ ഈ പറയുന്നത്? അതെ 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 അതെ
അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് പോരാൻ പറ്റില്ല. അവരുടെ പൈസ ഒന്നില്ലേ വാങ്ങിച്ചു കൊടുക്കണം, ഒന്നില്ലെങ്കിൽ സാധനം വാങ്ങിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളെ ഇത്രയും നാളും ഇതിനകത്ത് നിന്ന് പോകുന്നത്. പക്ഷേ പൈസയുമില്ല സാധനവുമില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ അനന്തകൃഷ്ണനുമായിട്ട് തെറ്റാനും നമ്മൾ അനന്തകൃഷ്ണനോട് കാര്യങ്ങൾ പറയാനും എതിർത്ത് പറയാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെയാണ്. പിന്നെ എനിക്കെതിരെയും കുറച്ച് കേസുകൾ പോലീസ് സ്റ്റേഷനിൽ വന്നു. ആദ്യം വന്ന കേസുകളെല്ലാം നമ്മളുടെ അക്കൗണ്ടിൽ ആളുകൾ അടച്ച പൈസ എടുത്ത് കൊടുത്തു അവർ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മളുടെ സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ അടച്ച പൈസകൾ എടുത്ത് അവർക്ക് കൊടുത്ത് കുറേ റീഫണ്ട് ചെയ്തു. സൊസൈറ്റിയുടെ അക്കൗണ്ടിലും ജനങ്ങൾ അടച്ച പൈസ ഇല്ല എന്ന് വെച്ചാൽ ഈ ജനങ്ങൾ അടച്ച പൈസ എന്ന് പറയുന്നത് ഫെസിലിറ്റേഷൻ ചാർജായിട്ട് വാങ്ങിച്ച പൈസയാണ് ഇതിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്. ആ അക്കൗണ്ടിൽ മെമ്പർഷിപ്പായിട്ട് കിടന്ന പൈസയാണ്. ഈ പൈസയും ഇല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ശ്രീ അനന്തകൃഷ്ണനോട് പറഞ്ഞു, ഞങ്ങൾക്ക് റീഫണ്ടിനുള്ള 400 പേരെ റീഫണ്ടിന് വെച്ചു ഓഫീസിൽ. ആ പൈസ തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തരാൻ മടിച്ചപ്പോഴാണ് നമുക്ക് കൂടുതൽ തട്ടിപ്പിലേക്കാണ് കേസ് കൊടുത്തോളൂ ആ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴാണ് നിയമ നടപടിയിലേക്ക് പോയത് എന്നുള്ളതാണ് ശ്രീമതി പ്രമീള ഗിരീഷ് കുമാർ പറയുന്നത്. ഞാൻ വരാം. കേസ് എന്റെ പേരിലേക്ക് 3-4 കേസ് വന്നപ്പോൾ ശരി, ഞാൻ വരാം. ഒന്ന് കാത്തിരിക്കണേ, ഞാൻ വരാം. ശ്രീ എസ് കെ സജീഷ്, ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയും പറ്റിക്കപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രീയ നേതാവ്. ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ അദ്ദേഹം പറയുന്നത് ഒരു പ്രിലിമിനറി അന്വേഷണം നടത്തിയില്ല, ആരോ എഫ്ഐആറിൽ കൊടുത്ത ചില വിവരങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമുക്ക് നോക്കൂ, കേരള സംസ്ഥാനം നമ്മുടെ ഭരണകൂടം എത്രത്തോളം വിശ്വാസ്യതയോടെ കണ്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നോ ആരോപണങ്ങൾ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്രയും വലിയ സംസ്ഥാന വ്യാപകമായി നടന്നൊരു തട്ടിപ്പിൽ പ്രതി ചേർക്കപ്പെടുകയാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ. ഇന്നിപ്പോൾ ലാലി വിൻസെന്റ് നടത്തിയ മറ്റൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് DIGയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് KM എബ്രഹാം വഴിയൊരുക്കി എന്നൊക്കെയാണ്. നവകേരള സദസ്സ് നടത്താൻ 7 ലക്ഷം രൂപ സംഭാവന കൊടുത്തു എന്നൊക്കെയാണ്. അതായത് ഇതിന്റെ അറ്റം തേടി ചെന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും വ്യത്യാസമില്ലാതെ എല്ലാവരും ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ആരോപണം നേരിടേണ്ടി വരുമോ? ഒരു തരത്തിലുമില്ല. ഒന്ന്, ലാലി വിൻസെന്റ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ കാരണം ഈ പറഞ്ഞ 1000 കോടിയിലധികം രൂപയുടെ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ പ്രതിയാണ്. കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോൾ പ്രതിയാണ്. അവർ 46 ലക്ഷം രൂപ അക്കൗണ്ട് വഴി തന്നെ സ്വീകരിച്ചു എന്നതിന് തെളിവുണ്ട്. അത് വക്കീൽ ഫീസ് നിയമോപദേശത്തിന് വേണ്ടി വാങ്ങിയതാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുള്ള സീനിയർ അഭിഭാഷകർ പോലും ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള നിയമോപദേശത്തിന് ഇത്ര വലിയ ഫീസ് വാങ്ങുന്നത് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് അവർ ശരിക്കും പെട്ടിരിക്കുകയാണ്. ആ പെട്ടിരിക്കുന്നതുകൊണ്ട് ഇരിക്കട്ടെ, പോന്ന വഴി CPM-നും ഒരു കൊട്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ പറയുമ്പോൾ നവകേരള സദസ്സിന് ഒരു പണപ്പിരിവും ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. 140 മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ അങ്ങനെ പണപ്പിരിവില്ലാതെ തന്നെ സ്പോൺസർഷിപ്പ് മറ്റുമായിട്ടാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് സുതാര്യമായി നടന്നിട്ടുള്ള കാര്യമാണ്. പ്രിൻറ്റിങ്ങിന് വേണ്ടി 140 മണ്ഡലത്തിലും ചെലവഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആ രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. പ്രാദേശികമായിട്ടാണ് അത്തരം കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി പല രീതിയിലുള്ള പ്രചരണം നടത്തി ഇതിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് CPM-ൻ്റെ നേതാക്കന്മാർക്ക് ആരെയും വിളിച്ചുകൂട്ടി ഏതെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങൾ സമാഹരിച്ച പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോൾ KPCC സെക്രട്ടറി ആയിട്ടുള്ള നിജേഷ് അരവിന്ദ് ആളെ വിളിച്ച് പണം തിരിച്ചു കൊടുക്കുന്ന നിലപാടുണ്ടാകുന്നു. നജീബ് കാന്തപുരം ആ നിലയിൽ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. UDF-ൻ്റെ MLA ആണ്. ലാലി വിൻസെന്റിൻ്റെ പേരിൽ 46 ലക്ഷം രൂപ അവർ കൈപ്പറ്റിയത് കൃത്യമായി നിലനിൽക്കുന്നു. നിയമപരമായി അത് തെളിവായി നിലനിൽക്കുന്നു. BJP നേതാവ് KN രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും പണം തിരിച്ചു കൊടുക്കുന്നു. നജീബ് കാന്തപുരമൊക്കെ ആളുകളെ വിളിച്ചുകൂട്ടി ഇതിലേക്ക് തൻ്റെ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ ഈ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായി ആളുകളെ വിളിച്ചുകൂട്ടി അതിനുവേണ്ടി പണസമാഹരണം നടത്തിയിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം പണസമാഹരണം നടത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ചിലരെല്ലാം വാങ്ങിയ പണം ഇപ്പോൾ ബേജാറ് വന്ന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. അതിലൊന്നും ഞങ്ങളെ ആരും പെട്ടിട്ടില്ല, ഞങ്ങളെ ആരോട്ട് പെടുകയില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങളുടെ CPM-മായി ബന്ധപ്പെട്ട ആളുകൾ ഇൻവോൾവ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ഉൾപ്പെടെ വരുന്നത് ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഇവിടെ സംസാരിച്ച ശ്രീമതി പ്രമീള ഗിരീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്
ഇതിൻ്റെ രക്ഷാധികാരിയായി അദ്ദേഹം ഉൾപ്പെടെ നിൽക്കുന്നത് കണ്ടിട്ടാണ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ആ നിലയിലുള്ള തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടെ വന്നിട്ടുള്ളത്. ഇവിടെ ലാലി വിൻസെന്റിന്റെ, കോൺഗ്രസ് നേതാവിന്റെ വർത്തമാനം, അവരുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് പ്രതിപട്ടികയിൽ പെട്ടിട്ടുള്ള ഒരാളുടെ ജ്വൽപ്പനങ്ങൾ മാത്രമല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. ശ്രീ എസ് കെ സജീഷ്, ആരോപണം, വെളിപ്പെടുത്തലുള്ള ആരോപണം ലാലി വിൻസെന്റ് ഉന്നയിക്കുന്നതാണ്. അതല്ലേ ശ്രീ മാധു ഞാൻ പറഞ്ഞത്. ഇവര് ആദ്യം ലാലി വിൻസെന്റ് സ്വയം ആരാണെന്ന് പറയൂ. ഇവർ നിയമോപദേശകയാണോ, ഇവരുടെ വക്കീലാണോ, കൂട്ടുനിൽക്കുന്നയാളാണോ, ഇവരുടെ എല്ലാം പുറകെ നടന്ന് ഇവർ രാവിലെ ഇവിടെ പോകുന്നു, ഇവർക്കാർ പെർമിഷൻ എടുത്തു കൊടുക്കുന്നു, ഇവരെല്ലാം പോകുന്നു എന്നൊക്കെയുള്ള കൃത്യമായിട്ട് അറിയുന്ന ആളാണോ എന്നുള്ളത് ആദ്യം പ്രഖ്യാപിക്കട്ടെ. അവരിപ്പോൾ പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരുടെയും, അവരുടെ ദേഹത്ത് തെറിച്ച ചെളി എല്ലാവരുടെയും ദേഹത്ത് തെറിപ്പിച്ച് സ്വയം രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതുന്ന ഒരാളുടെ ജൽപ്പനത്തിനപ്പുറത്തേക്ക് എന്താണ് കാണാൻ വേണ്ടി കഴിയുക? ആ നിലയിൽ പല ഘട്ടങ്ങളിലും പലതും ഇവിടെ ഉണ്ടായിട്ടില്ലേ? അത് നമ്മുടെ മുന്നിൽ അനുഭവമുള്ള ആളല്ലേ, അനുഭവം ഉണ്ടല്ലോ. നമുക്ക് ഓർമ്മയില്ലേ പണ്ട് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറയുന്ന, ഇപ്പോൾ കസ്റ്റംസ് തന്നെ പറയുകയാണ് അതൊരു കെട്ടുകഥയായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രതികൾ പലപ്പോഴും പ്രചരിപ്പിച്ചിട്ടുണ്ട്. പ്രതിയാകുന്ന ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കൂ, ഇവിടെ ഈ ലാലി വിൻസെന്റിനെ കുറിച്ചോ എൻ രാധാകൃഷ്ണനെ കുറിച്ചോ ഒന്നും ഒരു മോശവും ഈ അനന്തകൃഷ്ണൻ പറയുന്നില്ലല്ലോ. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർ കൂട്ടാളികളാണ്. അതുകൊണ്ടാണ് കൂട്ടാളികളായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുഖ്യപ്രതി സംസാരിക്കുന്നത് ഉൾപ്പെടെ. ഇവരാരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? അപ്പോൾ ഇവർ ഇതിൽ പെട്ടിരിക്കുന്നു, പലരും പെടാനിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ പണം വാങ്ങിക്കൊടുത്തവരും ഈ വലിയ തട്ടിപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ജ്വൽപ്പനങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. ഇവർ നിത്യസന്ദർശകരായിരുന്നു. ഈ ലാലി വിൻസെന്റും അതുപോലെ തന്നെ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഫ്ലാറ്റിലെ നിത്യ സന്ദർശകരായിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറയുന്നു. ഇടയ്ക്ക് പറയുന്നു ഞാൻ ഇവരുടെ പരിപാടിയിൽ പോയിട്ടുണ്ട്, CSR ഫണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു, ഞാനിവിടെ ആശംസ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഈ നിയമോപദേശത്തിന്റെ വഴിക്ക് എവിടെയാണ് ആശംസ പറയാൻ പോകുക തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വിശദീകരണമൊന്നും ഈ വഴിക്ക് കിട്ടിയിട്ടുമില്ല. ശ്രീ ജിൻഡോ ജോൺ, നിജേഷ് അരവിന്ദ്, 46 ലക്ഷത്തിന്റെ നിയമോപദേശമുണ്ട്, നജീബ് കാന്തപുരം തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ലാലി വിൻസെന്റിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പേരെടുത്ത് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. 46 ലക്ഷത്തിന്റെ പ്രത്യേക നിയമോപദേശം എന്നാണ് ശ്രീ എസ് കെ സജീഷ് അതിനെ പരിഹസിക്കുന്നത്. എന്ത് നിയമോപദേശമാണ്? ഇത്രയും പണം വാങ്ങിയിട്ട് ഇതൊരു കേസാവുന്നതിന് മുൻപ് തന്നെ എടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവിക ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആരോപണങ്ങൾ, ഇത്ര വ്യാപകമായ ഒരു തട്ടിപ്പിന്റെ പേരിൽ UDF സംവിധാനം ആകെ കേൾക്കേണ്ടി വരുന്നത്? ഹലോ ഇല്ല മാധു, ഇതിൽ UDF സംവിധാനം ആകെയല്ലല്ലോ, കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ഈ പഴി കേൾക്കുന്നില്ലേ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഇതിൽ ആരോപണത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പലരുടെയും സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്, പലരുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി കാണുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് R ബിന്ദുവാണ്. അതുപോലെ V ശിവൻകുട്ടി പങ്കെടുത്ത പരിപാടിയുണ്ട്. ഇവർ ഗവർണറോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ പലതരത്തിൽ ഈ രാജ്യത്തെ, സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രം ഉപയോഗിച്ച് തട്ടിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. ഇനി CN രാമചന്ദ്രനെ സാറിനെ പോലെയുള്ള റിട്ടയർഡ് ജസ്റ്റിസുമാരെ, അല്ലെങ്കിൽ KM എബ്രാഹിമിനെ പോലെയുള്ള ചീഫ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളുകളിലൊക്കെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം സമഗ്രമായിട്ട് അന്വേഷിക്കപ്പെടണം. ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ ഇതിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്ന ആ ഒരു വല്ലാത്ത വ്യഗ്രതയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഒരു തട്ടിപ്പ് പിടിക്കപ്പെട്ടു, ആ തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ബാക്കി നടപടികളുമായിട്ട് പോകുമ്പോൾ എത്ര തിടുക്കത്തിലാണ് ലാലി വിൻസെന്റിനെതിരെ കേസെടുത്തത്. ഞാൻ ആ കേസെടുത്ത നടപടിയെ ഞാൻ കുറ്റം പറയുന്നില്ല. അത് അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതാണെങ്കിൽ, കൊടുത്തിട്ടുള്ള പരാതി പ്രകാരം എടുക്കേണ്ടതാണെങ്കിൽ എടുക്കണം. പക്ഷേ എന്തുകൊണ്ടാണ് AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ് മറ്റു പല CPM നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്തത്? അപ്പോൾ ഇതിലൊരു തിടുക്കം ലാലി വിൻസെന്റിന്റെ കാര്യത്തിലുണ്ട്. പിന്നെ ലാലി വിൻസെന്റ് അധികപ്പെട്ട ഈ കാര്യത്തിൽ അനന്തുവിനെ അടക്കം ന്യായീകരിക്കാൻ ലാലി വിൻസെന്റ് തുടക്കത്തിൽ കാണിച്ച ഒരു വ്യഗ്രതയുണ്ടല്ലോ, അനന്തകുമാറിനെ അടക്കം ന്യായീകരിക്കാൻ കാണിക്കുന്ന വ്യഗ്രതയുണ്ടല്ലോ, അവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, CSR ഫണ്ട് മുടങ്ങിയതിന്റെ പേരിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ എത്തുന്നുണ്ടല്ലോ.
അല്ല, തീർച്ചയായിട്ടും മാധു, ഇതിലിപ്പോൾ ഒരു ലീഗൽ അഡ്വൈസർക്ക് അവർ ലീഗൽ അഡ്വൈസ് കൊടുത്തിട്ടുള്ള സ്ഥാപനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ ഇത്തരത്തിലൊരു കേസിൽ പെടുമ്പോൾ അവരെ ന്യായീകരിക്കാൻ അവർക്ക് വേണ്ടിയിട്ടല്ല ലീഗൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പണം വാങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ കേസിൽ പെടുമ്പോൾ പെട്ടെന്ന് കൈ ഒഴിഞ്ഞ് രക്ഷപ്പെടുന്ന പരിപാടി, അത് എനിക്കറിയില്ല അത് എത്രത്തോളം ലോജിക്കലാണെന്ന്. ലീഗൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ അവരവരുടെ സേവനം കൊടുത്തു. ആ സേവനത്തിന് 46 ലക്ഷമാണോ 50 ലക്ഷമാണോ എത്ര ലക്ഷമാണോ ശരിയാണ്. കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ സ്പിയാർട്സിന്റെ ലീഗൽ അഡ്വൈസർ ആണ് ലാലി വിൻസെന്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയമോപദേശം കൊടുക്കലിൽ ചുമതലയല്ലേ ചോദിക്കാം. പക്ഷെ അല്ല എന്ന് പറയുന്നതും ലാലി വിൻസെന്റ് തന്നെയാണ്. ഞാൻ അനന്തുവിന്റെ ചില കേസുകൾ നടത്തിയിട്ടുണ്ട്. അനന്തുവിന് പേഴ്സണൽ ആയിട്ടാണ് നിയമോപദേശം കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. ഒരാൾക്ക് പേഴ്സണലായിട്ട് നിയമോപദേശം കൊടുക്കാനാണ് ഈ വമ്പൻ തുക കൊടുക്കുന്നത്. ഇനി ഒരാൾക്ക് പേഴ്സണലായിട്ട് നിയമോപദേശം കൊടുക്കേണ്ട കാര്യം എന്താണ്? അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ കൈകാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ശരി ഉണ്ടാവട്ടെ. അപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കേസിന്റെ സെറ്റിൽമെന്റ് അടക്കം, ഈ പരാതികൾ ഉന്നയിക്കപ്പെടുന്നതിന്റെ സെറ്റിൽമെന്റിന്റെ അടക്കം, ആദ്യം അടക്കി വെക്കാൻ ശ്രമിക്കുന്നതിലടക്കം ഇവരുടെ ഇടപാടുകൾ വ്യക്തമാണെന്നേ. അല്ല മാധവ്, നമ്മൾ ഒരു ലോജിക്കലായിട്ട് ആലോചിക്കണമല്ലോ. ഇതിൽ ഒരാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമോ ക്രൈം നടത്താൻ ഇൻറ്റൻഷനുള്ള ആൾക്ക് മാത്രമേ ലീഗൽ അഡ്വൈസ് എടുക്കാൻ പറ്റുള്ളൂ? അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മളൊക്കെ പല കാര്യത്തിലും പല വക്കീലുമാരുടെ അടുത്തുനിന്നും അഡ്വൈസ് ചോദിക്കാറുണ്ട്. പല കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാറുണ്ട്. പല ബിസിനസ്സുകൾ നടത്തുമ്പോൾ അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അറിയാനൊക്കെ ചോദിക്കും. ഇവിടെ തന്നെ അല്ല മാധു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സതീഷ് പറഞ്ഞപ്പോൾ ഇടപെടാതിരുന്ന പോലെ എനിക്ക് ഒരു അവസരം തന്നെ, അത്രേ ഉള്ളൂ. ഞാൻ അത് അഗ്രസീവായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 46 ലക്ഷം രൂപ മേടിച്ചതിനെ കുറിച്ച് അവർ പറയുന്നത് അവർ ഒരുപാട് കരാറുകൾ അതുമായി ബന്ധപ്പെട്ടത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു, അവരുടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്, ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. ഇനി ഈ 46 ലക്ഷത്തിൽ നമ്മളങ്ങ് ഞെട്ടുമ്പോൾ ഒരു സേവനം കൊടുക്കുന്ന ആളും സേവനം വാങ്ങുന്ന ആളും തമ്മിലുള്ള എഗ്രിമെന്റ് അല്ലേ? അപ്പൊ അവർ തമ്മിൽ പരാതി ഇല്ലെങ്കിൽ എന്താണ് അവിടെ പരാതി? ഇവിടെ സതീഷ് പറയുന്നുണ്ട് അക്കൗണ്ട് ത്രൂ ആണ് പണം മേടിച്ച് തെളിവുണ്ടെന്ന്. നമ്മൾ മാസപ്പടി കേസിൽ 1,72,00,000 രൂപ IT സേവനം കൊടുത്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ മേടിച്ചപ്പോൾ അതിന്റെ കണക്ക് ചോദിച്ചപ്പോൾ എന്താ പറയാ? സേവനം കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിൽ തീരുമാനമായ പിന്നെ എന്താ പ്രശ്നം? അക്കൗണ്ട് ത്രൂ മേടിച്ചാൽ അത് നിയമവിരുദ്ധമല്ലല്ലോ എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ സേവനം കൊടുക്കുന്ന ആൾക്ക് അവരുടെ സേവനത്തിന്റെ വില തീരുമാനിക്കാനുള്ള അവകാശമില്ലേ? പിന്നെ അതിനപ്പുറത്ത് ഒരു മോറൽ നോക്കുമ്പോൾ അത് ലാലി വിൻസെന്റ് അല്ല. ഞാൻ പറഞ്ഞു വരട്ടെ മാധു, ഞാൻ പറഞ്ഞു വരുന്ന അതിലേക്ക് തന്നെയാണ്. കോൺഗ്രസിന് ഇതിൽ സ്റ്റാൻഡ് ഉണ്ട്. ലാലി വിൻസെന്റ് ഇത്രയും സേവനം കൊടുത്ത് ഇത്രയും അധികം തുക വാങ്ങിയപ്പോൾ അതിലൊരു പ്രൊഫഷണൽ മൊറാലിറ്റിയുടെ കാര്യം അത് അവരാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിന് അതിനെ ഉത്തരവാദിത്തം ഏൽക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ലാലി വിൻസെന്റിനെ ഈ കാര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്യലല്ല ചെയ്തത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ പത്രക്കുറിപ്പ് ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനി അവിടെ നിൽക്കട്ടെ, ഇത് വലിയ ഫീസാണെന്നുള്ള ആക്ഷേപമുള്ളവർ ഇവിടെ കേരളത്തിലെ ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് CBIയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്രയോ കോടി രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിർത്തി ചെലവഴിച്ചു. അതൊന്നും വലിയ ഫീസ് ആയിരുന്നില്ലേ? ഇതൊരു വ്യക്തി അയാളുടെ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വക്കീലിന് കൊടുക്കുന്ന ഫീസ് അത് അവർ തമ്മിൽ തീരുമാനിക്കേണ്ടതല്ലേ? വലുതാണോ ചെറുതാണോ എന്ന് ഈ വാർത്ത കാണുന്ന ആളുകളോടല്ല തീരുമാനിക്കേണ്ടത് വലുതാണോ ചെറുതാണെന്ന്. അവർ കൊടുത്ത സേവനം എത്ര വലുതാണെന്ന് കിട്ടിയ ആളല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ടില്ലെന്ന് സതീഷ് പറയുന്നു. എന്തുറപ്പാ സതീഷിനുള്ളത്? എത്ര തുക അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്? ആരിൽ നിന്നൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്? ആരൊക്കെയായിരുന്നു സ്പോൺസേഴ്സ് എന്നുള്ള കൃത്യമായ വിവരം കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെ മുമ്പിലുണ്ടോ? ഇല്ലല്ലോ. ആ നവകേരള സദസ്സ് എങ്ങനെയാണ് നടത്തിയതെന്ന് കൃത്യമായിട്ട് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടോ? ഇല്ല. അപ്പൊ ഇവർ പറയുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് അന്വേഷണം നടക്കണം. അന്വേഷണത്തെ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ലെന്ന് സതീഷ് എങ്ങനെ പറയുന്നത്? സതീഷാണ് ഇവിടെ PRD വകുപ്പിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത്? അല്ലല്ലോ. അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പറയട്ടെ. ഇനി അടുത്തത് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. നജീബ് കാന്തപുരം, മറ്റ് കോൺഗ്രസ് നിജേഷ് അരവിന്ദിനെ പോലുള്ള തിരിച്ചു കൊടുക്കുന്ന ഒരു തെറ്റാണോ? തിരിച്ചു കൊടുക്കുന്ന ഒരു തെറ്റാണെങ്കിൽ ദേശാഭിമാനിക്ക് മേടിച്ച പണം, ഫാരിസ് അബൂക്കറിന്റെ നിന്ന് മേടിച്ച പണം തിരിച്ചു കൊടുത്ത് നിങ്ങൾ മാതൃക കാണിച്ചല്ലേ? അപ്പൊ തിരിച്ചു കൊടുക്കുന്ന ഒരു തെറ്റല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് തോന്നിയാൽ, ഒരു ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന് തോന്നിയാൽ ആ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും നന്മ കിട്ടണമെന്ന് ആഗ്രഹിച്ചതിൽ പ്രത്യേകിച്ച് ക്രിമിനൽ ഇന്റൻഷൻ ഇല്ലാതെ ഇടപെട്ട ആളുകൾ ഇതിലിങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് കാണുമ്പോൾ പണം തിരിച്ചു കൊടുക്കുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അതിനപ്പുറത്ത് ഈ തിരിച്ചു കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് ആണ് പരിശോധിക്കേണ്ടത്. ഈ തിരിച്ചു കൊടുക്കുന്ന പണം ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത പണം തിരിച്ചു കൊടുക്കുന്നതാണെങ്കിൽ തെറ്റില്ല. പകരം AN രാധാകൃഷ്ണനെ പോലെ വ്യാപകമായിട്ട് ഈ ഫണ്ട് മുഴുവൻ കൊടുക്കും എന്ന് പറയുമ്പോൾ ആ ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി സതീഷിനോട് ചോദിക്കാം. ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസർ അല്ലാത്ത ഒരു കാര്യത്തിൽ ലാലി വിൻസെന്റിനെതിരെ കേസെടുക്കുകയും എന്തുകൊണ്ടാണ് AN രാധാകൃഷ്ണനെതിരെ കേസ് എടുക്കാതിരിക്കുകയും ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസ് വകുപ്പിന്റെ ഒക്കെയാണ് പരാജയം. ഏറ്റവും ശക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പേരും
വിമർശനങ്ങളും എന്ന് പറയുന്നത് BJP നേതാവ് എൻ രാധാകൃഷ്ണന് നേരെ ഉയരുന്നതാണ്. അതിന്റെ പേരിൽ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ CPM-ന്റെ ശ്രീ SK സജീഷ് പറയുമ്പോഴും ഡോക്ടർ ജിൻഡോ ജോൺ പറയുമ്പോഴും എന്തുകൊണ്ട് എൻ രാധാകൃഷ്ണനെതിരെ കേസെടുക്കുന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും മുതിർന്ന ഒരു നേതാവിന് ഈ കാര്യങ്ങൾക്ക് ഇടനില നിൽക്കേണ്ടി വരുന്നതും ആ ഫണ്ട് കൊടുക്കും എന്ന് ഉറപ്പ് നൽകേണ്ടിയും വരുന്നത്? ഒന്ന്, എൻ രാധാകൃഷ്ണന്റെ പേരിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് CPM-ഉം കോൺഗ്രസ്സുകാരും കാര്യമായി ചോദിക്കുകയാണ്. എനിക്കതിൻ്റെ അകത്ത് പറയാനുള്ളത്, എൻ രാധാകൃഷ്ണന്റെ പേരിൽ തെളിവിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ, എൻ രാധാകൃഷ്ണനെ പ്രതിയാക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ, സ്വാഭാവികമായി സജീഷിൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ ആ പോലീസ് ഇത് ചെയ്യാതിരിക്കില്ലല്ലോ. എൻ രാധാകൃഷ്ണന് എതിരെ കേരളത്തിൽ ഒരിടത്തും ഒരു പരാതിയില്ല. മറിച്ച് നജീബ് കാന്തപുരത്തിനെതിരെ അവിടെ പരാതിയുണ്ട്, പോലീസിൽ പരാതിയുണ്ട്. എൻ രാധാകൃഷ്ണൻ വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയില്ല. പോലീസിൽ ഏതെങ്കിലും ഒരു പരാതിയില്ലാതെ എൻ രാധാകൃഷ്ണനും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട അനന്തകൃഷ്ണനുമായി അല്ലെങ്കിൽ സീഡ് സൊസൈറ്റിയുമായി എന്തെങ്കിലും സാമ്പത്തിക ട്രാൻസാക്ഷൻ എൻ രാധ ഇപ്പോൾ നമ്മുടെ ലാലി വിൻസെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്ന് പറയുന്ന പോലെ എൻ രാധാകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് അനന്തകൃഷ്ണൻ പണം കൊടുത്തു എന്ന ഒരു തെളിവ് പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് എൻ രാധാകൃഷ്ണൻ്റെ പേരിൽ കേസെടുക്കണമെന്ന് പറയുന്നത്? സ്വാഭാവികമാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി അഡ്വൈസറായിട്ടുള്ള അല്ലെങ്കിൽ രക്ഷാധികാരിയായിട്ടുള്ള കേരളത്തിലെ എല്ലാ ആളുകളും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സായി ഗ്രാമിൻ്റെ ചെയർമാൻ അനന്തകുമാർ ചെയർമാനായിട്ടുള്ള ഒരു കോൺഫെഡറേഷൻ, ഒരു NGO കോൺഫെഡറേഷൻ. ആ NGO കോൺഫെഡറേഷൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നജീബ് കാന്തപുരത്തിൻ്റെ മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ എൻ രാധാകൃഷ്ണൻ്റെ സൊസൈറ്റി മാത്രമല്ല. കേരളത്തിലെ എണ്ണം പറഞ്ഞ സംഘടനകൾ, NGO-കൾ, അത് മതസ്ഥാപനങ്ങൾ നടത്തുന്ന NGO-കൾ അടക്കമുള്ള NGO-കൾ ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സ്കൂട്ടർ വിതരണം ചെയ്യുന്നുണ്ട്. കാരണം സ്വാഭാവികമായി ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് ഗുണകരമാണ് എന്ന് തോന്നുമ്പോൾ ഓരോരുത്തരും അത് ചെയ്യാൻ ശ്രമിക്കും. കോൺഫെഡറേഷനുമായി കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്ന് എൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ മെയ് മാസം വരെ പണം നൽകി എന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷേ പൈസ എത്രയാണ് കൊടുത്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം മാധു എൻ രാധാകൃഷ്ണൻ കരാർ ഒപ്പിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഫെഡറേഷനിൽ അംഗമല്ല. നൂറോളം NGO-കൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കോൺഫെഡറേഷനാണെന്നും അതിൻ്റെ ചെയർമാൻ സായി ഗ്രാമിൻ്റെ ചെയർമാൻ അനന്തകുമാറാണെന്നും ആ സംഘടനയുടെ മുഖ്യ രക്ഷാധികാരി ഹൈക്കോടതി മുൻ ജസ്റ്റിസാണ് എന്ന് പറയുമ്പോൾ അത്തരമൊരു സംഘടന CSR ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ഫെസിലിറ്റേറ്ററായി അവരുടെ കൂടെ ഒരു എഗ്രിമെൻ്റ് വെച്ച് ആ സ്കീമിൻ്റെ ഗുണഫലങ്ങൾ നാട്ടുകാർക്ക്, പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ എൻ രാധാകൃഷ്ണൻ്റെ സൈൻ എന്ന് പറയുന്ന സംഘടന തയ്യാറായി എന്നുള്ളത് ശരിയാണ്. സൈനും ഈ കോൺഫെഡറേഷനുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂട്ടറിന് പണം നൽകി ആ പണം സീഡ് സൊസൈറ്റിക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. അതൊന്നും നിഷേധിക്കുന്നില്ല. എൻ രാധാകൃഷ്ണൻ പണം നൽകാമെന്ന് പറഞ്ഞാൽ എന്താ? എൻ രാധാകൃഷ്ണൻ ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. ഒരു നേതാവ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരാൾ പോലും വഞ്ചിക്കപ്പെടരുത് എന്ന് നിർബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം വിറ്റാണെങ്കിലും ഇത് കൊടുത്തു തീർക്കുമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ സ്വന്തം സ്ഥലം വിറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ജിൻഡോ? അതിനെന്താ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും കടപ്പാടം വിറ്റ് പൈസ കൊടുക്കേണ്ടി വരില്ല. ഇപ്പൊ എൻ രാധാകൃഷ്ണനോട് തന്നെ മാധ്യമപ്രവർത്തകർ ഈ പ്രധാനമന്ത്രി ഷോൾ അണിയിച്ച ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുന്നു. ഞാനും കൂടി ചോദിച്ചോട്ടെ. അപ്പോ അതിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. ഇപ്പോ വഴിയെ പോകുന്ന എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ലല്ലോ. ഏതാ പ്രധാനമന്ത്രി ഷാൾ അണിയിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എൻ രാധാകൃഷ്ണന് വാർത്താ സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. അല്ല, അത് എൻ രാധാകൃഷ്ണൻ അതിനെങ്ങനെ മറുപടി പറയാൻ? സായി ഗ്രാമിൻ്റെ ഇപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് സായി ഗ്രാമിൻ്റെ ചെയർമാൻ അനന്തകുമാർ. ആ സായി ഗ്രാമിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം എയ്ഡഡ് കോളേജ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും, കേരളത്തിൽ വരുന്ന എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും സായിഗ്രാം സന്ദർശിക്കാറുണ്ട്. സായിഗ്രാം എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് പുറത്തു വരുന്നതുവരെ കേരളം അംഗീകരിച്ചിരുന്ന ഒരു സാമൂഹ്യ നേതാവ് എന്നുള്ള നിലയിൽ, സാംസ്കാരിക നേതാവോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനോ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയെ കാണണമെന്ന് റിക്വസ്റ്റ് കൊടുത്താൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ബിഷപ്പുമാർ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്, ഇതുപോലെ സാമൂഹിക നേതാക്കന്മാർ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. ഇതൊന്നും ഇങ്ങനെയുള്ള റിക്വസ്റ്റുകളൊന്നും BJP വഴിയല്ല പോകുന്നത്. സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മതിച്ചിട്ടുണ്ടാവും. AN രാധാകൃഷ്ണനോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാരോ അവരുടെ ലിസ്റ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ എല്ലാ വിവിധ സാമുദായിക സാമൂഹിക നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് BJP കൊടുത്ത ലിസ്റ്റിലുണ്ട്. അതല്ലാതെയുള്ള തരത്തിൽ നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. കാരണം ഈ പ്രധാനമന്ത്രി വരുമ്പോഴും ഇപ്പോൾ പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്, അനന്തകുമാറും അനന്തകൃഷ്ണനും ചേർന്ന്. അതിന്റെ ഫോട്ടോ പബ്ലിക് പൊതുസമൂഹം ചിത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സർവ്വജനങ്ങളെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നല്ലോ എന്നാണ് പറയുന്നത്. അല്ല ഇതൊക്കെ ഇതിനല്ല ഈ സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ റിപ്പോർട്ട് കൊടുക്കണ്ടേ ഇത് കള്ളത്തരമാണെങ്കിൽ? ഈ കേരള പോലീസിൽ സ്പെഷ്യൽ ബ്രാഞ്ചും IB ഒക്കെ ഉണ്ടല്ലോ. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണം, ആരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണം, ആരൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടണം എന്ന കാര്യങ്ങളിൽ ഒരു പരിശോധന പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്താറില്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാമൂഹിക സാമുദായിക നേതാക്കന്മാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. ആ റിക്വസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കും, ഇവരാരാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കും. ആ അന്വേഷിക്കുമ്പോൾ അവരുടെ പേരിൽ ഒരു ക്രിമിനൽ ആന്റിസിഡന്റ് ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ, സാമൂഹികമായി അംഗീകാരമുള്ള ആളുകളാണ് എങ്കിൽ സ്വാഭാവികമായ സമ്മതം കൊടുക്കും. അത് അങ്ങനെ തന്നെയാണ് കേരളത്തിലെ ബിഷപ്പുമാർ കാണുന്നത്, സമുദായ നേതാക്കന്മാർ പ്രധാനമന്ത്രിയെ കാണുന്നത്. ശരി, അങ്ങനെയാണ് BJP ഇതിനെ വിശദീകരിക്കുന്നത്. ശരി, ശ്രീമതി പ്രമീള ഗിരീഷ് കുമാർ, നേരത്തെ ആദ്യം വക്കീലാണ് സമീപിച്ചത് എന്ന് ശ്രീമതി പ്രമീള ഗിരീഷ് കുമാർ പറഞ്ഞു. ലാലി വിൻസെന്റ് ആണോ എന്ന് ഞാൻ എടുത്ത് ചോദിച്ചു, അതേ എന്ന് പറഞ്ഞു. ഈ കേസിന്റെ സമയത്ത് മാത്രമാണോ ലാലി വിൻസെന്റ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്, അതോ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ ഇതിന്റെ പരിപാടികളുടെ സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ടോ അനന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ മറ്റോ ആ തരത്തിൽ കൂടി ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ കേസുകൾ പോലീസ് സ്റ്റേഷനിൽ കൂടി വന്ന സമയത്ത്, എന്ന് വെച്ചാൽ 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയിലെയും കോർഡിനേറ്റർമാരാൽ കൂടിയാണ് ഈ സൊസൈറ്റി നടത്തുന്നത്. അപ്പോൾ 8 1 9 പേരുണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എതിരെ. ഹലോ, കേൾക്കാമോ മാഡം? കേൾക്കാമോ? എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഓരോരുത്തർക്കും എതിരെ കേസുകൾ വന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി, പോലീസ് പറഞ്ഞത് നേരാണ് എന്ന് മനസ്സിലായി. അപ്പം കേസുകൾ വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഗത്യന്തരമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീ അനന്തകൃഷ്ണനെതിരെ സൊസൈറ്റിയുടെ സെക്രട്ടറി കേസ് കൊടുക്കുകയും ഞാൻ അതിൻ്റെ കൂടെ നിന്ന് മൊഴി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സെക്രട്ടറി, ഞങ്ങൾ 16-ാം തീയതി ജനുവരി 16-നാണ് കേസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മാഡം എന്നെ വിളിച്ചിട്ട് 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കേസ് പ്രമീള പിൻവലിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രമീള അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഞങ്ങളുടെ മൂവാറ്റുപുഴയുടെ കാര്യങ്ങൾ തീർത്തു തന്നാൽ ഞങ്ങളത് പിൻവലിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ തീർത്തു തരും എന്നുള്ളത് അവരോട് ഞാൻ ഉള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഇത്ര രൂപ, ഇത്ര വണ്ടി, ഇത്ര ഇത് കൊടുക്കാനുണ്ട്, അത് ഞങ്ങൾക്ക് തീർത്തു തന്നാൽ മതി, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഇനി തീർത്തു തരാൻ പറ്റിയില്ല എങ്കിൽ മൂവാറ്റുപുഴയുടെ ജനങ്ങളോട് മേടിച്ചിരിക്കുന്ന ആ പൈസ, പകുതി പൈസ എത്രയാണോ അത് തിരിച്ചു കൊടുക്കുക. അത് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞു, നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ വിളിച്ചിട്ടും ഞാൻ ഫോൺ എടുത്തില്ല. കാരണം ഇത് സോൾവ് ചെയ്യേണ്ട ആള് പണം വേണ്ട, വാഹനം മതി എന്ന് പറയുന്നതിൽ ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ കൈവശമുണ്ട് എന്നൊക്കെ ലാലി വിൻസെന്റ് പറയുന്നുണ്ടായിരുന്നല്ലോ. അതെ, ഞാൻ പറഞ്ഞതാണ് മാഡം. കാരണം എന്താ പറഞ്ഞാൽ, കിട്ടില്ല എന്ന് വന്നപ്പോൾ, വണ്ടി കൊടുക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ 9 മാസം കഴിഞ്ഞിട്ടും വണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ജനങ്ങളുടെ പൈസ കൊടുത്താൽ മതി, ഞങ്ങൾക്ക് വണ്ടി വേണ്ട,
അതെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ അത്രയും 400 പേർക്ക് അവരുടെ റീഫണ്ട് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ട് അതുപോലും കൊടുക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഈ വണ്ടി വേണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? ജനങ്ങൾക്ക് വണ്ടി വേണ്ട, അവരടച്ച പൈസ കൊടുത്താൽ മതി. അതും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയുമാണ് ഞങ്ങൾ നിൽക്കുന്നത്? അപ്പം ഞങ്ങളുടെ മേത്തേക്ക് വരാൻ തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ അനന്തകൃഷ്ണനെ സ്ട്രോങ് ആയിട്ട് പോലീസിനോട് പറഞ്ഞു, അനന്തകൃഷ്ണനെ എന്തെങ്കിലും ഒന്നില്ല അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പണം മേടിച്ചു തരികയോ ചെയ്യണമെന്ന് പറഞ്ഞു. മൂവാറ്റുപുഴയിലെ പോലീസ് അത് കഴിഞ്ഞിട്ട് അതെ അത്രയും വിളിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴയിലെ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ശ്രീമതി ലാലി വിൻസെന്റ് എന്നെ കാണുകയും നമുക്ക് എങ്ങനെയെങ്കിലും പ്രമീള അനന്തുവിനെ ഒന്ന് ഇറക്കണം എന്ന് പറയുകയും അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ഈ നിമിഷം ഈ 8 മണി നിമിഷത്തിൽ പോലും നിങ്ങൾ എത്രയും പെട്ടെന്ന് മൂവാറ്റുപുഴയുടെ ഇത്രയും രൂപ ഞങ്ങൾക്ക് തരാൻ സാധിക്കുമെങ്കിൽ തരിക, ഞങ്ങൾ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് അനന്തകൃഷ്ണൻ എന്നെ ഓഡിയോ ഫോണിലൂടെയൊക്കെ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും എന്നോട് ചേച്ചി ഇങ്ങനെ ഒരു ഇത് ചെയ്തല്ലോ എന്നെല്ലാം പറഞ്ഞു. പക്ഷെ എനിക്ക് അതിൽ സിമ്പതിയൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ മക്കളുടെ ഭാവി, ഞങ്ങളുടെ വീടുകൾ പോലും പോകുന്ന അവസ്ഥയിലേക്ക്, കാരണം ജനങ്ങൾ ഞങ്ങളെ കല്ലെറിയാൻ തുടങ്ങുവാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? എത്ര പണം നിങ്ങളിലൂടെ വഞ്ചിച്ചെടുത്തിട്ടുണ്ട് പ്രമീള? ഈ മൂവാറ്റുപുഴ മേഖലയിൽ നിന്ന് മാത്രം എത്ര പണം വഞ്ചിച്ചെടുത്തിട്ടുണ്ട്? ഇന്ന് ഞങ്ങൾ അതിന്റെ കണക്കെടുത്തു മാഡം. 9,18,70,555 രൂപ ഞങ്ങൾക്കിനി അവിടെ നിന്ന് കിട്ടാനുണ്ട്, ഞങ്ങളുടെ ആളുകൾക്ക് കൊടുക്കാനുണ്ട്. നിങ്ങൾ കൊടുത്ത പണം 9 കോടിയിലധികം രൂപ മൂവാറ്റുപുഴ മേഖലയിൽ പോലീസിന് ഞങ്ങൾ കൃത്യമായ പോലീസിന് ഞങ്ങൾ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് പോലീസിന് കണക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത്. അതിന്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കൈവശങ്ങളിലും ഞങ്ങളുടെ ജനങ്ങള് അതിന്റെ എല്ലാ രേഖകളും ഞങ്ങൾക്ക് തരാനും തയ്യാറാണ്. ഒറ്റ കാര്യം കൂടി പ്രമീള, ഈ പണം കൊടുത്തത് എങ്ങനെയാണ്? അക്കൗണ്ട് വഴിയാണോ അല്ലാതെയാണോ? ഈ പണം കൊടുത്ത അക്കൗണ്ട് വഴിയാണോ അല്ലാതെയാണോ? അത് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ 3 അക്കൗണ്ടുകൾ വഴിയാണ് ജനങ്ങൾ പൈസ കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും ഞങ്ങൾ ആരും കൈകൊണ്ട് പൈസ വാങ്ങിച്ചിട്ടില്ല. നേരിട്ട് അപേക്ഷകർ കൊടുക്കുകയായിരുന്നു അല്ലേ? അക്കൗണ്ടിലേക്കാണ് എല്ലാവരും പൈസ അടച്ചിരിക്കുന്നത്. നേരിട്ട് അപേക്ഷകർ കൊടുക്കുകയാണ് ചെയ്തത്. നേരിട്ട് പോർട്ടൽ അപേക്ഷകളായിരുന്നു. സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് പോർട്ടൽ അപേക്ഷകളാണ്. അതിനു മുൻപ് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് പോർട്ടൽ അപേക്ഷകൾ ഇല്ലാതിരുന്നിട്ട് വെരിഫിക്കേഷന് വന്നപ്പോൾ അവിടെ വെച്ച് അവരോട് പോർട്ടൽ അപേക്ഷകൾ ഇവരുടെ സ്റ്റാഫ് വാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ അതിന്റെ കണക്കുകളൊക്കെ ഉണ്ട് മാഡം. ശരി ഞാൻ വരാം. ശ്രീ എസ് കെ സജീഷ്, ഇപ്പോൾ 2 ചോദ്യമാണ് മറ്റു പാനലിസ്റ്റുകൾ അങ്ങയോട് ചോദിക്കേണ്ടതായി പറഞ്ഞത്. ഒന്ന്, എന്തുകൊണ്ട് രാധാകൃഷ്ണനെതിരെ അങ്ങും രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചു, എന്തുകൊണ്ട് അങ്ങനെയാണ് എങ്കിൽ അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്ന കാര്യം കോൺഗ്രസ് പ്രതിനിധി ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഇവിടെ ഇന്റലിജൻസ് ഉണ്ടായിരുന്നില്ല, ഇവിടെ IB ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ സാമ്പത്തിക ക്രയവിക്രയവും കേരളമാകെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തട്ടിപ്പ്, ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ട് ഇത് അറിയാതെ പോയത് എങ്ങനെയാണ് എന്ന്, ഈ 2 കാര്യങ്ങൾക്കുള്ള മറുപടി. ഒന്ന്, ആദ്യമേ തന്നെ ശ്രീമതി മാധു ഒരു കാര്യം പറയാം. ഇവിടെ നേരത്തെ ലാലി വിൻസെന്റ് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ലക്ഷ്യപ്പെടാനാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കൂടെ അവർ KM അബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും KM അബ്രഹാം വിളിക്കുകയോ അദ്ദേഹം ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ കോൺഗ്രസ് നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലർക്ക് നേരെയും ആക്ഷേപം ഉന്നയിക്കുക, തനിക്ക് നേരെ ഏതായാലും ആക്ഷേപം ആരോപണമൊക്കെ വരുന്നു, അതിൽ വസ്തുതകളായി കാര്യങ്ങൾ നിൽക്കുന്നു. പിന്നെ നിയമോപദേശം എന്നൊക്കെ പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി ഈ പറഞ്ഞ തട്ടിപ്പുകാരനെ ന്യായീകരിക്കുന്ന പണിക്കാണോ നിയമോപദേശം എന്ന് പറയുക? അതൊക്കെ കോൺഗ്രസിൻ്റെ നേതാവ് ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പം നേരത്തെ പലരും വിശദീകരിച്ചല്ലോ, അതുകൊണ്ട് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. തെറ്റായ രീതിയിലുള്ള പ്രചാരണം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പ് സംഘത്തെ, അതിന് സഹായം നൽകിയിട്ടുള്ളവരെ, അതിൻ്റെ പണം പറ്റിയിട്ടുള്ളവരെ, ഇവരെക്കുറിച്ചൊക്കെ ശക്തമായ അന്വേഷണം നടക്കും. ആ അന്വേഷണം നടത്തി പ്രതികളായ ആളുകൾ എല്ലാവരും പ്രതികളാക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതാണ് കേരളത്തിൽ സ്വീകരിച്ച നിലപാട്. ഇവിടെ തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി വന്നപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയി. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നതും ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെയുള്ള ഈ പ്രമുഖനെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ AN രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യം, അദ്ദേഹം ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി പണം
കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരെ പരാതിയും മറ്റ് കാര്യങ്ങളും വരുമ്പോൾ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോന്നും ഇങ്ങനെ നമുക്കറിയാമല്ലോ, പലപ്പോഴും ഇവർ പല ഘട്ടത്തിലും ഇവരൊക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. പണ്ട് AK സെൻറ്ററിന് നേരെ ബോംബെറിഞ്ഞപ്പോൾ ഇവർ കുറേ ദിവസം മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും ഈ പറഞ്ഞ BJPക്കാരും എല്ലാവരും ചേർന്ന് കിട്ടിയോ എന്ന് ചോദ്യം ഉന്നയിച്ച് നടന്നിരുന്നു. പക്ഷേ പതിയെ പിടിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ നല്ല നേതാക്കന്മാരാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണെന്ന് പിന്നീട് കേരളം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ തെറ്റുകാരാണെങ്കിൽ അവരുടെ പേരിൽ ശക്തമായ നിലപാടുണ്ടാകും. ഒരു തർക്കം അക്കാര്യത്തിലില്ല. നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീട് വിറ്റിട്ടാണെങ്കിലും കാശ് കൊടുക്കുമെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞ കോടിക്കണക്കിന് രൂപ എവിടുന്ന് എടുത്തു കൊടുക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. ഒരു തർക്കം അക്കാര്യത്തിലില്ല. ലാലി വിൻസെന്റിന് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടു പോകാനാവില്ല. ഇവിടെ നേരിട്ട് നജീബ് കാന്തപുരം എന്ന് പറയുന്ന UDF MLA ആണ്. എന്താണ് വലിയൊരു നെറ്റ്വർക്ക്, നമുക്ക് ഒരുമിച്ച് പോകാം, ഇതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ നേരിട്ട് ഇതിലേക്ക് ക്ഷണിച്ചയാളാണ് നജീബ് കാന്തപുരം. അദ്ദേഹത്തിൻ്റെ പേരിൽ പരാതി വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ലാലി വിൻസെൻ്റെ പേരിൽ പരാതി വന്നു, കണ്ണൂരിൽ പരാതി വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിലും കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും കേസെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സാധാരണ കേരളത്തിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. തെറ്റായ വാർത്തകൾ ആദ്യം ഓൺലൈനിലെ ചില മാധ്യമങ്ങളിൽ കൊടുക്കുക, പിന്നെ മെല്ലെ അത് പൊലിപ്പിച്ചെടുത്തിട്ട് മറ്റുള്ള മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവരിക. ആ രീതിയൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതിന്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ വ്യക്തമായി ഈ കാര്യങ്ങൾ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടി ഒറ്റ കാര്യം നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ മന്ത്രി V ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നജീബ് കാന്തപുരം തന്നെ പുറത്തുവിട്ടു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിന് പരിസമാപ്തി കുറിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പം നജീബ് കാന്തപുരം അതുമായി ബന്ധപ്പെട്ട ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പം പ്രധാനമന്ത്രിക്ക് ഷോൾ അണിയിക്കുന്നത് പോലെ തന്നെയാണ് കേരളത്തിലൊരു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നതിൻ്റെ വീഡിയോ എന്നുള്ള അവകാശവാദമാണ് അല്ലെങ്കിൽ ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഏതാണ്ട് പല മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും ഇവർ പരിപാടിയെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പലരും ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒരു MLA ആണ്, നജീബ് കാന്തപുരം എന്ന് പറയുന്ന MLA ആണ് നാട്ടുകാരിൽ നിന്ന് പണം വാങ്ങി ഈ തട്ടിപ്പിൽ പങ്കുചേർന്നിട്ടുള്ളത്. മറ്റാരും അങ്ങനെ ചെയ്തിട്ടില്ല. മറ്റാരും അത്തരത്തിലുള്ള ഒരു സമീപനവും ഒരു MLA യുടെ ഭാഗത്തുനിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൽ പ്രഥമ പ്രതിയായി നിൽക്കുന്നു നജീബ് കാന്തപുരം എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ ഒരു ചടങ്ങിന് പോയോ അയാളെ കണ്ടോ കൈ കൊടുത്തോ ഫോട്ടോയിൽ വന്നോ എന്നുള്ളതിനപ്പുറത്തേക്ക് നജീബ് കാന്തപുരം എന്ന് പറയുന്ന UDF MLA നിരന്തരം കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കളവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പണം വാങ്ങിയത് ഓൺലൈൻ വഴി നേരിട്ട് അക്കൗണ്ട് വഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷായിട്ട് വാങ്ങി എന്നുള്ളതിൻ്റെ റെസിപ്റ്റ് ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തട്ടിപ്പിൽപ്പെട്ടവരും ആ തട്ടിപ്പിൻ്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ നമ്മൾ പ്രശസ്തമായിട്ട് എടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ മുന്നിൽ ഈ പറഞ്ഞ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, പല NGOകളെയും കോർഡിനേറ്റ് ചെയ്ത് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഞാനതാ പറഞ്ഞു വന്നത്, കേരളത്തിലെ കുടുംബശ്രീ എന്ന് പറയുന്ന ലോക ശ്രദ്ധയാകർഷിക്കുന്ന പദ്ധതിയെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് ആരംഭിച്ച ജനശ്രീയെ പോലും ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുൾപ്പെടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഏത് സമീപനവും സ്വീകരിക്കാം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ നിജേഷ് അരവിന്ദ്? ആ നിജേഷ് അരവിന്ദ് ഇതിൽ ആളുകളിൽ നിന്ന് നേരിട്ട് പണം വാങ്ങിയിട്ട് ഇപ്പോൾ തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയല്ലേ. ചില പ്രശ്നങ്ങൾ പരാതി വന്നിട്ടില്ല. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില ഇടങ്ങളിൽ പരാതി വരാനുണ്ട്. ആ പരാതി വന്നാൽ ഉൾപ്പെടെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഇത്തരം ചില പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഭാഗമായി ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞത് മാത്രമല്ല, നജീബ് കാന്തപുരവും സമാനമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴി ഏതാണ്ട് 1,80,00,000 രൂപയാണ് ആളുകൾക്ക് സമാഹരിച്ചു കൊടുത്തിട്ടുള്ളത്, നേരിട്ട് സമാഹരിച്ചു കൊടുത്തിട്ടുള്ളത്. വലിയ കേരളമാകെ കേൾക്കുന്ന ചാരിറ്റബിൾ പ്രസ്ഥാനമൊന്നുമല്ലല്ലോ ഈ അനന്തകൃഷ്ണൻ തട്ടിക്കൂട്ടിയ സംവിധാനം എന്ന് പറയുന്നത്. 1,80,00,000 രൂപ സമാഹരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്വ ബോധം വേണ്ടേ? എന്നിട്ട് അവനവന്റെ കയ്യിൽ നിന്ന് പണം കൊടുക്കാം എന്ന് അദ്ദേഹവും കൂടി പറയുകയാണ്. എന്നിട്ടാണ് എവിടുന്നാണ് ഈ കൊടുക്കാനുള്ളത് അതുകൂടി പറയണ്ടേ, അതിന്റെ സോഴ്സ് കൂടി പറയണ്ടേ? അത് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നടക്കം സഹായിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്നടക്കം സമാഹരിച്ചു കൊടുക്കാൻ പറയുന്നത്.
പിന്നെ എവിടെ നിന്ന് എടുത്തു കൊടുക്കുക? ഇതൊക്കെ കേട്ടാൽ തന്നെ അറിയാമല്ലോ ശ്രീ മാധു, ഇതൊരു തട്ടിപ്പാണെന്ന്. ഒരു വശത്ത് തിരിച്ചു കൊണ്ടുപോയത് ഈ പറഞ്ഞ ആളാണെന്ന് പറയുന്നു. പണമൊക്കെ തിരിച്ചു കൊടുക്കും. 10 or 100 അല്ല, കോടിക്കണക്കിന് രൂപയാണ്. ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ ഏത് രീതി കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ള സ്വത്തും മറ്റ് സംവിധാനമുള്ള ആളുകളാണ് ഇവരൊക്കെ എന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നമ്മളെല്ലാം മാധു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തട്ടിപ്പിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടോ? ഈ ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഇവരൊക്കെ കേൾക്കുന്നത്? ശരി, ഈ ഡോക്ടർ ജിൻഡോ ജോൺ, അതായത് നജീബ് കാന്തപുരവും പറയുന്നത് എൻ രാധാകൃഷ്ണന് സമാനമായി പണം സമാഹരിച്ചു കൊടുക്കാം എന്ന് തന്നെയാണ്. അപ്പോൾ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നല്ലോ നേരത്തെ ഡോക്ടർ ജിൻഡോ ജോണിന്റെ ഏറ്റവും വലിയ ആക്ഷേപം. നജീബ് കാന്തപുരത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യത്തിൽ പരാതിയുണ്ടോ? മാധു, ഇതിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോ? മാധു ഇടപെട്ടത് കൊണ്ടായിരിക്കും ചിലപ്പോൾ മാധു കേൾക്കാതെ പോയത്. നജീബ് കാന്തപുരവും എൻ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ സംഘടനാപരമായിട്ട് അവർ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പണം തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ ഈ തിരിച്ചു കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് കൂടി കേരള പോലീസ് പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ തിരക്ക് കൂട്ടിയാറുണ്ട് ഞാൻ പറഞ്ഞ വാചകം കേൾക്കാതെ പോയത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവും, ഒന്ന് പുറകോട്ട് പരിശോധിച്ചാൽ അപ്പൊ ഞാനത് പറഞ്ഞല്ലോ. അപ്പൊ നജീബ് കാന്തപുരം കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് പോലീസ് പരിശോധിച്ചോട്ടെ. എൻ രാധാകൃഷ്ണൻ കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സും പരിശോധിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസർ അല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിൽ, സൊസൈറ്റിയുടെ പേരിൽ വന്നിരിക്കുന്ന കേസിൽ ലാലി വിൻസെന്റിനെ എങ്ങനെയാണ് പ്രതി ചേർത്തത്? ആ തിടുക്കം എൻ രാധാകൃഷ്ണനെ പ്രതി ചേർക്കാൻ കാണിച്ചില്ല. ഇവിടെ അനന്തകുമാർ എന്ന് പറഞ്ഞ മറ്റേ സായി ഗ്രാമിന്റെ ഈ കൂട്ടു തട്ടിപ്പുകാരന് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തില്ലേ പോലീസ്? ഇത്രയും ദിവസം അയാളുടെ വീട്ടിലുണ്ടായിരുന്നു, ഇന്ന് അയാൾ വീട്ടിലില്ല. അപ്പൊ അയാൾക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തും കേരള പോലീസാണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സതീഷിനോട്. KM എബ്രഹാം ഈ പോലീസിലെ DIGയുമായിട്ട് ഇടപെടാനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്ന് സതീഷിനോട് പറഞ്ഞിട്ടുണ്ടോ? ഏത് അന്വേഷണമാണ് കേരള പോലീസ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്? ഉറപ്പിച്ചു പറയുന്നു. അതിലൊരു സംശയ കാര്യത്തിൽ വേണ്ട. സാമാന്യ മര്യാദ സ്വഭാവം കാണിക്കില്ലേ? ഇത് ക്യാമ്പസിലെ SFI എനിക്കൊരു മിനിറ്റ് താ. അല്ലല്ല, നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ പറയട്ടെ, ഞാൻ കേട്ടിരുന്നില്ല. എന്റെ പാർട്ടി എന്റെ നേതാക്കന്മാരെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? തിരിച്ചു പറഞ്ഞുകൊണ്ട് കേൾക്കാനുള്ള മര്യാദ പറഞ്ഞു. ഓക്കെ, അല്ല, ഞാൻ ചോദിക്കട്ടെ മാധു, ഞാൻ KM എബ്രഹാമിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട്. പോലീസ് ക്രോസ് ചെക്ക് ചെയ്തോ? അങ്ങനെ ഒരു വിവരം നമ്മുടെ മുമ്പിലുണ്ടോ? നമ്മുടെ മുമ്പിലില്ലാത്ത, പൊതുസമൂഹത്തിന്റെ മുമ്പിലില്ലാത്ത ഒരു പ്രത്യേക വിവരം സതീഷ് പറയുന്നുണ്ടെങ്കിൽ ഈ KM എബ്രഹാം CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറൊന്നുമല്ലല്ലോ. അത്ര വിഷമിക്കില്ലേ? KM എബ്രഹാമിനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഒരു കാര്യം നേതാക്കന്മാരെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? തിരിച്ചെന്നെ മറുപടി കേൾക്കണം. ഒരു കാര്യം മറുപടി പറയട്ടെ. ഞാൻ കേട്ടിരുന്നില്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞോ സതീഷേ? കഴിഞ്ഞോ? ഈ പണം പറ്റിയവരെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ. CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ CPMന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പരിശോധിച്ചോ? താങ്കളുടെ ഉറപ്പൊന്നും വേണ്ട. ഇവിടെ നജീബ് കാന്തപുരം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. ഞാൻ പറയട്ടെ, ഞാനും തന്നെ ഇവിടെ വന്നിരിക്കുന്നത് പറയാനാ. തന്റെ ചിലപ്പോൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ഞാനും പറയട്ടെ. താൻ ഇത്ര നേരം ഞാൻ പറഞ്ഞത് മര്യാദ കാണിക്കുന്നത്. KM എബ്രഹാമിന് വേണ്ടി ഒരു മിനിറ്റ് ഞാൻ ഇടപെട്ടോട്ടെ. നജീബ് കാന്തപുരത്തെ അഭ്യാസം വേണ്ട സതീഷേ, ആ അഭ്യാസം വേണ്ട. എനിക്ക് പറയാനുള്ള മറുപടി കേരളത്തിലെ പൊതുസമൂഹം കേൾക്കണം. സതീഷിന്റെ അഭ്യാസം വേണ്ട. അതൊന്നും ഇതിൽ പ്രശസ്തമല്ല. നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലാതെ താങ്കളുടെ അവസരത്തിൽ പറയണം. എന്റെ അവസരത്തിൽ ഞാൻ മറുപടി
താങ്കൾ പറഞ്ഞ കളവ് ഞാൻ കേട്ടിരുന്നില്ലേ? നിജേഷ് അരവിന്ദ് KPCCയുടെ ജനറൽ സെക്രട്ടറി ആണ്. ഈ പറഞ്ഞിട്ടില്ല. തെളിയിക്കണം. ഇപ്പോ നിജേഷ് അരവിന്ദ് KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ല. താങ്കൾ പറഞ്ഞിട്ടുണ്ട്. കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു. മാധു പറയട്ടെ, അല്ലെങ്കിൽ എന്തോ ജനറൽ സെക്രട്ടറി ആണോന്ന് എനിക്കറിയില്ല. KPCC സെക്രട്ടറി ആയിരിക്കും, ചിലപ്പോൾ ഒരു ജനറൽ കുറവുണ്ടാവും. താങ്കൾ പറഞ്ഞു തിരുത്തണം. അല്ലല്ല, അങ്ങനെ അദ്ദേഹം ആരാണ്? UDF-ന്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ അറിയുന്നത്. അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയോ മറ്റൊന്നാണ്. കോൺഗ്രസ് അല്ലേ അദ്ദേഹം? ആലപ്പുഴയിലെ CPM-ന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ വിശ്വസിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. മന്ത്രിമാർ ആർ ബിന്ദു, അതുപോലെ ശിവൻകുട്ടി, അതുപോലെ രാജനെ പോലുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി കണ്ടിട്ട് വിശ്വസിച്ച. അപ്പൊ ഇവരൊന്നും വിശ്വസിക്കാൻ ഉദ്ഘാടനങ്ങൾ തട്ടിപ്പുകാരുടെ പരിപാടിയായിരിക്കും. അതുകൊണ്ട് ഒരു UDF MLA-യും ഒരു പഞ്ചായത്ത് മെമ്പറും മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിക്കരുത്. അതാണ് സതീഷ് പറഞ്ഞു വരുന്നത്. ഇനി ഒരു കാര്യം, നിങ്ങളെ തകർക്കാൻ, നാട്ടിലെ തട്ടിപ്പുകാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ CPM-നെ തകർക്കാൻ, ഗവൺമെന്റിനെ തകർക്കാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ എന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് കോൺഗ്രസിന് പേടിയില്ലല്ലോ. നിങ്ങൾക്ക് എന്താ പേടി? തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി? പാവപ്പെട്ട മനുഷ്യരെ തട്ടിപ്പ് നടത്തിയ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ, ഗവൺമെന്റിനെ തകർക്കാൻ ഇന്റലിജൻസ് എവിടെയായിരുന്നു സതീഷേ? ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു സതീഷേ? ഉറങ്ങുകയായിരുന്നോ? അത് RSS-നെ അടിമവേല ചെയ്യാൻ വേണ്ടിയിട്ട് ADGP-യെ വിട്ടപ്പോൾ ഓർക്കണമായിരുന്നു. ഇനി ഒരു കാര്യം, കുടുംബശ്രീയെ തകർക്കാൻ നോക്കിയെന്ന്. നിങ്ങൾ ഒരു ഹോട്ടൽ കൊടുത്താൽ മതി, ഒരു ജനകീയ ഹോട്ടൽ കൊടുത്താൽ മതി, കുടുംബശ്രീ അങ്ങ് തകർന്നോളും. ആ പാവപ്പെട്ട സ്ത്രീകളോടൊന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ഈ കേട്ടാൽ അറിയാം ഇതൊക്കെ തട്ടിപ്പാണെന്ന്. എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ? കേരളത്തിലെ മന്ത്രിമാർക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും താഴ്ന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ തട്ടിപ്പാന്ന്? അപ്പൊ സതീഷിന് പോലും തോന്നി ഇത് കേട്ടപ്പോൾ തട്ടിപ്പാന്ന്. അപ്പൊ ഈ പറഞ്ഞ മന്ത്രിമാർക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഇവര് പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിച്ചുകൊണ്ട് നാളെ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ പോകാൻ പാടില്ല. നജീബ് കാന്തപുരമല്ല, ഒരു MLA-യും ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു ജനപ്രതിനിധിയും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ വിശ്വാസ്യത കണ്ടിട്ട് പോകാൻ പാടില്ല. കാരണം ഇവർ പങ്കെടുക്കുന്നത് തട്ടിപ്പ് പരിപാടി ആയിരിക്കുമെന്നാ CPM-ന്റെ പ്രതിനിധി പറയുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ നാരായണൻ നമ്പൂതിരി, ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്ന സമയത്ത് അതിൽ സ്വാഭാവികമാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ പറയുന്ന പ്രമീള ഗിരീഷ് കുമാർ ആ നാട്ടിലെ കൗൺസിലറായിരുന്നു. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സമിതികൾ തുടങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പണസമാഹരണവും അതിനുവേണ്ടിയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതും പോർട്ടൽ ഉണ്ടാക്കുന്നതും അപേക്ഷകൾ വാങ്ങുന്നതുമൊക്കെ. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ തയ്യൽ മെഷീൻ കിട്ടുന്നവർക്ക് തയ്യൽ മെഷീൻ വിശ്വാസ്യത ഉണ്ടാകുന്നു, ലാപ്ടോപ്പ് കിട്ടുന്നവർക്ക് ലാപ്ടോപ്പ് വിശ്വാസം ഉണ്ടാകുന്നു, സ്കൂട്ടർ കിട്ടുന്നവർക്ക് മറ്റുള്ളവരിലേക്ക് ഫോട്ടോകളൊക്കെ പങ്കുവെച്ചു കൊടുത്ത് വിശ്വാസ്യത ഉണ്ടാക്കുന്നു. അങ്ങനെ വിശ്വാസ്യത ഉണ്ടാക്കുമ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ, ഈ പറയുന്ന MLA-മാർ അടക്കമുള്ളവർ, എൻ രാധാകൃഷ്ണൻ, പക്ഷേ എൻ രാധാകൃഷ്ണൻ അടക്കം എല്ലാവർക്കും ഹൂവർ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും വിശ്വാസ്യത ഉണ്ടാകുന്നു എന്നുള്ളത് ശരി. പക്ഷെ അവനവൻ ഇടപെട്ട് പണം, അവനവൻ്റെ വിശ്വാസ്യത ബലി കൊടുത്ത് പണം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിലേക്ക് ഒരു അന്വേഷണം വേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ അവനവൻ്റെ വിശ്വാസ്യത ബലി കൊടുത്തു എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നല്ലേ ഈ പണം തിരികെ കൊടുക്കാമെന്ന കാര്യത്തിലടക്കം വാക്കു പറയേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന, ഇപ്പോൾ എൻ്റെ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞു പതിറ്റാണ്ടുകളായിട്ട് ഞാൻ ഈ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ പതിറ്റാണ്ടുകൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ക്രെഡിബിലിറ്റിയും അത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മുന്നിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നോക്കൂ, ഞാൻ ഇപ്പോൾ മധു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് സജീഷ് ഇങ്ങനെ എല്ലാം ഇല്ല എന്ന് പറഞ്ഞു. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നടത്തിയ ഒരു യാത്രയുണ്ടല്ലോ, ഈ സമരത്തിന് വന്നവരെ സമാധാനപരമായി രക്ഷിക്കാൻ വേണ്ടി അടിച്ചൊടിച്ച ഒരു യാത്ര, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ആ യാത്രയിൽ പിരിവും നടത്തിയിട്ടില്ല, എല്ലാം സ്പോൺസറാണെന്നാണ് പറഞ്ഞത്. ഈ 7 ലക്ഷം രൂപ ആ യാത്രയ്ക്ക് കൊടുത്തു എന്നാണ്. അത് സ്പോൺസർഷിപ്പ് ആയിക്കൂടായൊന്നും ഇല്ലല്ലോ, ഇല്ല എന്ന് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. കാരണം ആരൊക്കെയാണ് സ്പോൺസർ ചെയ്തതെന്നുള്ളത് കൃത്യം ആർക്കാ പറയാൻ വെക്കുന്നത്. അതുകൊണ്ട് ഈ എല്ലാം അടച്ചു നിഷേധിക്കുന്നതിൽ എന്താ അർത്ഥം? കേരളത്തിൽ ഇതേപോലെ ഒരു പ്രസ്ഥാനം വരുമ്പോൾ അതിൻ്റെ തലപ്പത്ത് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ജഡ്ജി, ഇതുവരെ ഒരു ആരോപണം കേൾക്കാത്ത സത്യസന്ധനായ ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം രക്ഷാധികാരിയായിട്ട് ഇതേപോലെ തന്നെ അനവധി കോളേജുകൾ, അത് LDF-ഉം UDF-ഉം കോളേജ് കൊടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഇവരൊക്കെ കൂടെ നേതൃത്വം നൽകുന്ന ഒരു സംഘടനയിൽ ആളുകൾ വിശ്വസിക്കുന്നതിന് തെറ്റ് പറയാൻ നോക്കുമോ? ഇപ്പോൾ സ്വാഭാവികമായും ഞാൻ ഇതിൻ്റെ പ്രൊഫസറെ കണ്ടപ്പോൾ
ഞാൻ എൻ്റെ നാട്ടിൽ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്താലോ എന്ന് ആലോചിച്ചതാണ്. തോന്നിപ്പോകും. കാരണം പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ മോഹനമായ ഒരു 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 അല്ലെങ്കിൽ അതേ എന്താ പറയുക വാഗ്ദാനങ്ങളല്ലേ. അപ്പോൾ ആ വാഗ്ദാനങ്ങളിൽ കുഴുങ്ങി. ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ്റെ വ്യക്തിപരമായി എൻ്റെ സംഘടന, എൻ്റെ സൈൻ എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ 15 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നതാണ്. സ്കൂട്ടർ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സംഘടനയല്ല. ഈ കോൺഫെഡറേഷനുമായി എഗ്രിമെൻ്റ് വയ്ക്കുന്ന സൈൻ എന്ന് പറയുന്ന സംഘടന അത് തൊഴിൽ മേളകൾ നടത്തിയിട്ടുണ്ട്. ദിവ്യാംഗന്മാർക്ക് മുച്ചക്ര വാഹനവും അതുപോലുള്ള വീൽ ചെയറുകളടക്കം വിതരണം ചെയ്യുന്നുണ്ട്. അവർ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നുണ്ട്. പല സേവന പ്രവർത്തനങ്ങൾ കാലങ്ങളായി കേരളത്തിലെ പല ജില്ലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന, അത്തരമൊരു സംഘടന ഒരു അതേപോലെ തന്നെ ആളുകൾക്ക് പ്രയോജനകരമായ ഒരു പദ്ധതി കാണുമ്പോൾ ആകർഷനായി പോകും. അത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അത് വഞ്ചനയുണ്ടായി, അത് കബളിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യം വരുമ്പോൾ ഒരു എൻ രാധാകൃഷ്ണന്റെ സംഘടന സത്യത്തിലൊരു ഇരയാണ്. എന് പണം കൊടുത്തു എന്നൊരു കേസില്ല, ഒരു തെളിവില്ല. എന്റെ സംഘടനയ്ക്ക് ഈ അനന്തകുമാർ അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ ഏതെങ്കിലും രൂപ കൊടുത്തു, സീഡ് സൊസൈറ്റിയിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചു എന്നൊരു കേസില്ലല്ലോ. അല്ല, അതുകൊണ്ടാണ് നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലോ ലാലി വിൻസെന്റിനെതിരെയോ എൻ രാധാകൃഷ്ണനെതിരെയോ അനന്തകൃഷ്ണൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല, കൂട്ടുകക്ഷികളായതുകൊണ്ടാണ് എന്നാണ് സജീഷ് പറഞ്ഞത്. അല്ലെന്നേ ഞാൻ ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ അങ്ങോട്ട് അയച്ചതിൻ്റെ തെളിവുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ, ത്രൂ ബാങ്ക്. അത് ലീഗൽ അഡ്വൈസിനാണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഇത് അന്വേഷിക്കണമെന്നേ. കേരളം എങ്ങനെയാണ് ഇങ്ങനെ കാലങ്ങളായി ഓരോ സമയത്തും ഇങ്ങനെ വഞ്ചിതരാകുന്ന ഒരു സമൂഹമായി മാറുന്നത്? ഇവിടെ നമ്മൾ മാഞ്ചിയത്തിൻ്റെ ആട് കൃഷി, ഏതൊക്കെ കൃഷികൾ, അത് പണ്ട് അയ്യപ്പ ഏജൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ 3 പൈസ അടച്ചാൽ 3 മാസം കഴിഞ്ഞ് സാധനം തരുന്നു. ഓരോ വർഷവും ഓരോ തട്ടിപ്പുകളാണ്. കേരളം മാത്രമൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഒരാളെ ഫോൺ വിളിക്കാൻ കഴിയാത്ത തരത്തിൽ പറയുന്നില്ലേ, ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടാകുന്നു, രാജ്യവ്യാപകമല്ലേ, ഉണ്ടാവുന്നില്ലേ? ഞാൻ കേരള ഹൈക്കോടതി ജഡ്ജി അടക്കം കാശ് പോയത് എവിടുന്നാ? അതാ പറഞ്ഞത്. അപ്പോ തട്ടിപ്പിന് അങ്ങനെ കേരളം എന്നൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ എല്ലാവരും പറ്റിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന്. സ്വാഭാവികമാണ്. മാധു, തട്ടിപ്പിന്റെ ഇരകൾ, വ്യാപകമായി തട്ടിപ്പിന് ഇരകളാക്കപ്പെടുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള കാലങ്ങളായി. അപ്പൊ സ്വാഭാവികമായി കേരളത്തിലെ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഇങ്ങനെ നടക്കുന്ന, ഇപ്പോൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ വ്യാപകമായി കൊടുക്കുന്നു എന്നൊരു പ്രചരണം ഉണ്ടാകുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതിന്റെ നടപടികളെ കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇടനിൽക്കുന്നവരെങ്ങനെ അന്വേഷിക്കും? ഇടനിൽക്കുന്നവരാണോ? പോലീസല്ലേ അന്വേഷിക്കേണ്ടത്? ഇടനിൽക്കുന്നവർ ഇപ്പൊ തയ്യൽ മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തു. 5500 സ്കൂട്ടർ എൻ രാധാകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട്. 5500 സ്കൂട്ടർ. എൻ രാധാകൃഷ്ണനെതിരെ ഇതുവരെ ഒരു പരാതി, ആരും പരാതി കൊടുത്തിട്ടില്ല. പണം ആവശ്യമുള്ളവർക്ക് ഈ സംവിധാനം നടന്നതിന് ശേഷം സ്കൂട്ടർ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർക്കാൻ, ശരിയാണ്, അതിന്റെ മുകളിലുള്ള ആളുകളെ വിശ്വസിച്ച് ചേർന്നു. 60,000 രൂപ മേടിക്കുന്നു, അതിലൊരു 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്കൂട്ടർ ബുക്ക് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ഏജൻസികളിൽ. അതിന്റെ ഒരു പേപ്പർ കൂടി വാങ്ങി വെക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമല്ലേ? അങ്ങനെ ഒരു സ്കൂട്ടർ ബുക്ക് ചെയ്യുന്നു. ഇതൊക്കെ ചിന്തിക്കേണ്ടത് ആരാണ്? ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരല്ലേ? അതിലൊരു 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഏജൻസിയിൽ ബുക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒന്നുമില്ല. അല്ലെ മാധു, ഞാനിവിടെ വന്നിരിക്കുന്നത് ആരെങ്കിലും ന്യായീകരിക്കാനോ ആരെങ്കിലും വിശുദ്ധനാക്കാനോ അല്ല. കേരളത്തിൽ ഇതേപോലൊരു തട്ടിപ്പ് നടക്കുമ്പോൾ ആ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കണം. ആ തട്ടിപ്പിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട്? ആ ന്യായീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയരുന്നത് അങ്ങയുടെ ഒരു നേതാവിനെതിരെ കൂടിയാണ്. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ നേതാവിൻ്റെ പങ്കാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നേതാവിൻ്റെ പങ്ക് എന്ന് പറയുന്നത് അനന്തകുമാറും ഹൈക്കോടതി ജഡ്ജി അടക്കമുള്ള ആളുകൾ ചേർന്നുണ്ടാക്കുന്ന അവരുടെ തലപ്പത്തിരിക്കുന്ന ഒരു സംഘടനയെ വിശ്വസിച്ചു എന്നുള്ളത് ശരിയാണ്. അതേപോലെ ഇതുവരെ വിശ്വാസം ആർജിച്ച ഒരു സമൂഹത്തിന്റെ മൊത്തം വിശ്വാസം ആർജിച്ച ആളുകളെ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ ഒക്കുമോ? ഇതിനു മുമ്പ് ഏതെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ട്, ഇതിനു മുമ്പ് എന്തെങ്കിലും ആരോപണമുള്ള ആളുകൾ ആണെങ്കിൽ ശരിയാണ്. തട്ടിപ്പിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ 100% വിശ്വാസയോഗ്യം എന്ന് വിശ്വസിച്ച ഒരു സംഘടനയെ ബന്ധപ്പെട്ടു അവരുടെ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്നല്ലേ ഉള്ളൂ. ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ എൻ രാധാകൃഷ്ണൻ അതല്ലല്ലോ.
അല്ല, പണം കൊടുക്കാനില്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് സ്വന്തം സ്ഥലം വിറ്റിട്ട് ആണെങ്കിൽ കൊടുത്തു എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ പേരിലാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ വിശ്വസിച്ച് പണം കൊടുത്തവരെന്നല്ലാണ് എന്ന് വിശദീകരിക്കുകയും സ്വാഭാവികമായി ഞാൻ പറഞ്ഞ ഒരാൾ പണം മുടക്കിയാൽ ആ പണത്തിനൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടാവും. എന്നെ വിശ്വസിച്ചാണ്. എന്തായാലും വ്യാപകമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അറസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 36,000 പേർ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 60,000 രൂപ വീതം വാങ്ങി പൂജ്യങ്ങൾ കൂട്ടിക്കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അന്തമില്ലാത്ത തരത്തിലുള്ള പണമിടപാട് കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാവുകയാണ്. ആ പണം പക്ഷേ ഈ പറയുന്ന അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിൽ പോലും നാമമാത്രമായ തുക മാത്രമേ ഉള്ളൂ. അത് എവിടേക്കൊക്കെ പോയി എന്നുള്ള കാര്യത്തിൽ അടക്കമുള്ള അന്വേഷണം വേണ്ടതുമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്. പ്രേക്ഷകർക്ക്